കപ്പഡോക്യയുടെ ഇമാജിനേഷൻ വാലിയാണിത്. ഇത് കണ്ടോ, അവിടെ അത് കാണാൻ ക്യാമ്പിൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫൈനലി കപ്പഡോക്യയിലെത്തി. വെൽക്കം ടു കപ്പഡോക്യ. ഇതാണ് ടർക്കിയുടെ മോസ്റ്റ് മാജിക്കൽ ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് ഫെയറി ചിമ്നീസ്, ഹോട്ട് എയർ ബലൂൺ, ഏൻഷ്യൻ കേവ്സ്. ഇതൊക്കെ ഒരു ഡ്രീം ലാൻഡ് പോലെയാണ്. ഈ നാടിൻ്റെ ഹിസ്റ്ററി 60 മില്യൺ ഇയേഴ്സ് ഓൾഡ് റോക്ക് ഫോർമേഷനും കേവ് ഹൗസസ് ഒക്കെയാണ്. നമ്മൾ കപ്പഡോക്യയിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ, തലേ കേവിൻ. നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 1:30 ആയിട്ട് വെളുപ്പിന്. ഇതാണ് നമ്മുടെ കപ്പഡോക്യയിലെ ബെഡ്റൂം. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു കേവ് ഹോട്ടലിലാണ്. ഫ്രം ഔട്ട്സൈഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഏൻഷ്യൻ റോക്ക്, ബട്ട് അകത്തോട്ട് കയറുമ്പോൾ വൗ, ഐസ് കാൺ ബിലീവ് ദ ബ്യൂട്ടി. വാൾസ്, സീലിംഗ്സ്, എവ്രിതിങ് നാച്ചുറൽ റോക്ക് ഫോർമേഷനിൽ ഉണ്ടാക്കിയതാണ്. കപ്പഡോക്യയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള വോൾക്കാനിക് ഇറപ്ഷൻസ് കൊണ്ടാണ് ഫോം ചെയ്തത്. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആളുകൾ കേവ്സ് കട്ട് ചെയ്തിട്ട് ലിവിങ് സ്പേസസ് ആയിട്ട് യൂസ് ചെയ്തു. ആ കാലത്തെ ക്രിസ്ത്യൻസ് ഒക്കെ അവിടുത്തെ നാട്ടിലെ ഒരുപാട് പീഡനങ്ങളൊക്കെ വരുമ്പോൾ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി അവർ അണ്ടർഗ്രൗണ്ട് കേവ്സ് ഒക്കെ ഉണ്ടാക്കി. ഇതാട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. നല്ലൊരു ഹണിമൂൺ ലുക്കിലൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ബെഡ്റൂമിൻ്റെ നമുക്ക് ജക്കൂസി ഉണ്ട് കേട്ടോ ബെഡ്റൂമിൽ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കേവ് ഹോട്ടലിലാണെങ്കിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂമൊക്കെ കാണാൻ ഒരു പ്രത്യേക വൈബായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഏതൊരു ഗുഹയിൽ വന്നേക്കണ പോലെയാണ്. കപ്പഡോക്യയിൽ വരുവാണെങ്കിൽ കേവ് ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ഒരു മസ്റ്റ് വിസിറ്റ് ആട്ടോ. എന്തായാലും ഒരു വേർത്താണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ് ആണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നലെ വളരെ നല്ലൊരു ഉറക്കമൊക്കെ കിട്ടി. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ശരിക്കും സൂപ്പറായിരുന്നു. സെയിം as ഇസ്താൻബുളിലെ പോലെയാണ്. പക്ഷെ ഇവിടുത്തെ ടേസ്റ്റും ഫ്രഷ്നെസ് ഒക്കെ എക്സ്ട്രാ സ്പെഷ്യലായിട്ട് തോന്നി. കപ്പഡോക്യയിലെ ഉർഗുപ്പ് എന്ന സിറ്റിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഈ കാണുന്നതാട്ടോ കപ്പഡോക്യയിലെ ബസ്. ട്രാൻസ്പോർട്ടേഷൻ കപ്പഡോക്യയിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തത് ഒരു ഗൈഡഡ് ടൂറാണ്. ഞങ്ങളെടുത്ത ടൂർ പാക്കേജ് ഹൈലൈറ്റ് ഓഫ് കപ്പഡോക്യ ടൂർ, റെഡ് ടൂർ പ്ലസ് അണ്ടർഗ്രൗണ്ട് സിറ്റി ടൂർ ആണ്. ഇതൊരു 7.5 hours ട്രിപ്പായിരുന്നു. അവരുടെ പാക്കേജിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഉണ്ടായിരുന്നു. പിക്കപ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് 9:30 AM. കപ്പഡോക്യ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ഇവിടുത്തെ ബ്യൂട്ടി നമുക്ക് വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെ വന്ന് തന്നെ കാണണം. കപ്പഡോക്യ ലുക്സ് ലൈക്ക് അനദർ പ്ലാനറ്റ്. ഫെയറി ടെയിൽ വേൾഡ് പോലെ തോന്നും. ഓൾ അറൌണ്ട് മീ വാലീസ്, ഫെയറി ചിമ്നീസ്, കേവ്സ്, ഈച്ച് വൺ ഷേപ്ഡ് ബൈ നേച്ചർ ഓവർ thousands of years. ഇതാണ് നമ്മുടെ ടൂർ പാക്കേജിലെ ഗൈഡ്. Now we have reached the one of the most famous and beautiful places in Cappadocia, Love Valley. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മാജിക്കൽ ഫീൽ ഉണ്ട്. പെട്ടെന്നായിട്ടൊരു സാൻഡ് സ്റ്റോം ഉണ്ടായത്. ഞങ്ങളപ്പോൾ ടൂർ ഗൈഡ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറ്റി. ഒരു സാൻഡ് സ്റ്റോം കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഇതും അവിടുത്തെ ഒരു സ്പെഷ്യൽ കസ്റ്റമാട്ടോ, ടൈയിങ് നോട്ട്സ്. യുണിക് റോക്ക് ഫോർമേഷൻ ഹിയർ സിംബിളൈസ് ലവ് ആൻഡ് ഫെർട്ടിലിറ്റി. പഴയ കാലങ്ങളിൽ ഇവിടെ വിസിറ്റ് ചെയ്തിരുന്ന കപ്പിൾസ് വിശ്വസിച്ചിരുന്നത് ഈ വാലി വിസിറ്റ് ചെയ്യുമെങ്കിൽ അവർക്ക് ലവും ഹാപ്പിനെസ്സും പ്രോസ്പെരിറ്റിയൊക്കെ ലഭിക്കുമെന്നാട്ടോ. പിന്നെ നമ്മുടെ ഗൈഡ് പറയുമായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ ലോക്കൽസൊക്കെ മാരേജ് ചെയ്യാൻ പോകുന്ന കപ്പിൾസിനെ ലവ് വാലിലോട്ട് വിടും ബിഫോർ മാരേജ്. അതും ഇവിടുത്തെ ഒരു കസ്റ്റമായിരുന്നു. അവിടെ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. മാഗ്നറ്റും അങ്ങനെ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് പ്ലേസും കൂടി ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മളുള്ളത് ഉച്ചിസർ കാസിലാട്ടോ. ഇത് കപ്പഡോക്യയിലെ ഏറ്റവും ഉയരം കൂടിയ നാച്ചുറൽ റോക്ക് ഫോർമേഷൻ ആണ്. ഇതാട്ടോ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഹൗസ്. ഇതിപ്പോൾ ഒരു കഫേ ആയിട്ട് അവർ മാറ്റിയിരിക്കുക കേട്ടോ. ഇത് കാസിലിന്റെ ബേസിലാണ് ഈ ഹൗസ് ബിൽഡ് ചെയ്തേക്കുന്നത്. ദി വാൾസ് ആൻഡ് സീലിംഗ്സ് സ്റ്റിൽ ഷോ ദി കാർവ്ഡ് വോൾക്കാനിക് റോക്ക് which gives a perfect mix of history and comfort.
ഈ കാസിൽ ബൈസന്റൈൻ കാലത്ത് ഡിഫൻസീവ് പർപ്പസിനായി വോൾക്കാനിക് റോക്കിൽ കാർവ് ചെയ്ത ഒരു ഫോർട്ടസ് ആണ്. ഇവിടെയുള്ള ടണൽസ്, റൂംസ്, സ്റ്റെയർവേസ് എന്നിവ ഏൻഷ്യൻ ലോക്കൽസ് കിച്ചൺ, ലിവിംഗ് സ്പേസസ്, ലുക്കൗട്ട് പോയിന്റ്സ് എന്നിവയായി ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഗ്രൂപ്പായിട്ടാണ് വന്നെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് പോയി എക്സ്പ്ലോർ ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ഗൈഡ് അപ്പോൾ റിട്ടേൺ വരാൻ പറഞ്ഞ ടൈമിൽ നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുകയാണ്. ഇവിടെ നമുക്ക് ക്യാമൽ സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് തിരിച്ച് വണ്ടിയിൽ കയറി നെക്സ്റ്റ് പോകുന്ന ലൊക്കേഷൻ ഡെവ്രൻ വാലിയാണ്. ഓരോ ലൊക്കേഷനിലോട്ട് പോകുമ്പോഴും നമ്മുടെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നല്ല ഫ്രണ്ട്ലി ഗൈഡായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തും തരുമായിരുന്നു. ഇത് കപ്പഡോക്കയിലെ ഒരു മാജിക്കൽ സ്പോട്ടാണ്. ഈ വാലിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഇമാജിനേഷൻ വാലി. ഇവയെല്ലാം വോൾക്കാനിക് ഇറപ്ഷൻസും സെഞ്ചുറീസ് ഓഫ് വിൻഡ് ആൻഡ് വാട്ടർ ഇറോഷൻ മൂലം രൂപപ്പെട്ടതാണ്. പഴയ കാലത്ത് ലോക്കൽസ് വാലിയിലെ കേവ്സിൽ സ്റ്റോറേജ്, ലിവിങ്, ഫാമിംഗ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫോർമേഷൻസിൽ അനിമൽസ്, ഹ്യൂമൻ ഫേസസ്, മിത്തിക്കൽ ക്രിയേച്ചേഴ്സിനെയൊക്കെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഇമാജിനേഷൻ വാലി എന്ന് പറയുന്നത്. ഓരോ റോക്കിനും നേച്ചറിൻ്റെ ശക്തിയും ഹിസ്റ്ററിയൊക്കെ പറയാനൊരു കഥയുണ്ട്. വാലിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറൽ വാക്കിംഗ് പാത്സ് ഒക്കെ കണ്ടു. പിന്നെ ഓരോ ടേണിലും പുതിയ ഫെയറി ചിമ്മിനിയും കേവ്സും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഗൈഡിൻ്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ഹിഡൻ കേവ്സും ക്വയറ്റ് കോർണേഴ്സും അതൊക്കെ കാണാൻ പറ്റും. സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ഡെർവൻ വാലി, ഈ യൂണിക് ഫോർമേഷൻസ് ഒക്കെ ചുറ്റപ്പെട്ടിട്ടുള്ളത് ടൈംലെസ് ഓഫ് എക്സ്പീരിയൻസ് നൽകുന്നു. അതുപോലെ തന്നെ നേച്ചറിന്റെ ക്രിയേറ്റിവിറ്റിയും ജിയോളജിയുടെ പവർ ഒരേ സമയം നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വാലി മാത്രമല്ല, ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയം, പീസ്ഫുൾ റിട്രീറ്റും മാജിക്കൽ ജേർണി ഇൻ ടു ദ കപ്പഡോക്കിയാസ് വണ്ടേഴ്സ് ആണ്. നമ്മുടെ ഗൈഡ് പറയുമായിരുന്നു ഇവിടെയുള്ളതൊക്കെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള റോക്ക് ഫോർമേഷൻസ് അല്ല, അപ്പം അതുകൊണ്ട് ഈ ഏരിയയിൽ അധികം ആൾക്കാർ താമസിക്കണില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓരോന്നും സൂക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ ഫെയറി ചിമ്മിനീസും ഓരോ ഷേപ്പ് കാണാൻ പറ്റും. മഷ്റൂം, ക്യാമൽ, അങ്ങനെ ഒരുപാട് ഷേപ്സ് ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾ നെക്സ്റ്റ് പോയത് ലഞ്ച് കഴിക്കാനാട്ടോ. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ലഞ്ച്. ഈ കാണുന്നതായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒരു സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ അത് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് അല്ലായിരുന്നു, നല്ലൊരു സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. നല്ലൊരു ലഞ്ചായിരുന്നു. എല്ലാവിധ ഡിഷസ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അണ്ടർഗ്രൗണ്ട് സിറ്റിയിലോട്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ നഗരം പണ്ട് കാലത്ത് ഏർലി സിവിലൈസേഷൻസ് കാർവ് ചെയ്ത ഒരു എക്സ്ട്രാ ഓർഡിനറി ആർക്കിടെക്ചറൽ മാർവലാണ്. അക്കോർഡിംഗ് ടു ദ ഹിസ്റ്ററി, ഇൻവേഷൻസ്, വാർ, നാച്ചുറൽ ഡിസാസ്റ്റർ എന്നിവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ നഗരങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യ വീടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് സാധാരണ കല്ലുമണലിൽ കുത്തിയ ഗുഹകൾ പോലെയായിരുന്നു. അതായത് സോഫ്റ്റ് വോൾക്കാനിക് റോക്ക്, ടഫ്, കാർവ് ചെയ്യാൻ ഭയങ്കര എളുപ്പവും ശക്തവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഏർലി പീപ്പിൾ അത് ഡീപ്ലി ഡിഗ് ചെയ്തു. ടണൽസ്, റൂംസ് ആൻഡ് ഹിഡൻ സ്പേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഓരോ നിലയിലും അടുക്കള, മൃഗശാല, സ്റ്റോറേജ് റൂമുകൾ, വൈൻ മേക്കിംഗ്, വെന്റിലേഷൻ ഷാഫ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ചിലതൊക്കെ 8 നില വരെയും ഭൂമിക്ക് താഴെയായിരുന്നു. റോളിംഗ് സ്റ്റോൺ ഡോർസ്, സീക്രട്ട് പാസേജസ്, വാൾസ് എല്ലാം നല്ല ഇന്റലിജന്റ് ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. വാട്ടർ സിസ്റ്റം, വെന്റിലേഷൻ, ഓരോ ഡീറ്റെയിലും നല്ല പ്ലാനിങ്ങോടും ഇന്റലിജൻസോടും കൂടെയൊക്കെയാണ് അവർ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അക്കോർഡിംഗ് ടു ഹിസ്റ്ററി പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ ഒരുപാട് മാസം ഇവിടെ ജീവിക്കാൻ പറ്റും. സ്കൂൾസ്, ചർച്ചസ്, കമ്മ്യൂണിറ്റി ഏരിയാസ് എന്നിവയും അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ ഭാഗമായിരുന്നു. കപ്പഡോക്കയിലെ ഈ ഹിഡൻ സിറ്റി ട്രൂലി മാജിക്കൽ, മിസ്റ്റീരിയസ് ആൻഡ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആണ്. കപ്പഡോക്കയുടെ കൾച്ചറിലൊന്നായ പോട്രി മേക്കിങ്ങിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. റീജിയനിലുള്ള വോൾക്കാനിക് സോയിൽ റിച്ച് ഇൻ ക്ലേ കാരണം ലോക്കൽസ് ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയ സ്റ്റോറേജ് ജാറ്, കുക്കിംഗ് പോട്ട്, ഡെക്കറേറ്റിംഗ് പീസസ് ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നെ ബൈസന്റൈൻ, ഓട്ടോമൻ പീരീഡിലൊക്കെ പോട്രി മേക്കിംഗ് മോർ ആർട്ടിസ്റ്റിക് ആൻഡ് ഡെക്കറേറ്റീവ് ഒക്കെ ആയിട്ട് മാറി. ഇവിടുത്തെ ഓരോ വില്ലേജിനും ഓരോ സ്റ്റൈലാണ്, ഓരോ യുണീക് പാറ്റേണും കളേഴ്സും ഒക്കെയാണ്. പോട്രി മേക്കിംഗ് കപ്പഡോക്കയിലെ ഹെറിറ്റേജ്, ടൂറിസം ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ പോട്രി മേക്കിങ്ങിനെ കുറിച്ച് നമ്മുടെ ഗൈഡ് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞു കേട്ടോ.
അതായത് ഈ പഴയ കാലത്ത് കപ്പഡോക്കയിലെ ഒരു മാൻ കല്യാണം കഴിക്കണമെങ്കിൽ പോട്ടറി പഠിക്കാതെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലേയിൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഹൗസ് ഹോൾഡ് സ്കിൽസും സെൽഫ് സഫിഷ്യൻസിയും ഡെയിലി ലൈഫ് മാനേജ്മെൻറ്റും പ്രധാന ഭാഗമായിരുന്നു. അതായത് ഒരാൾ പോട്ടറിയിൽ സ്കിൽഫുൾ ആണെങ്കിൽ ഫാമിലിയുടെ ആവശ്യങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ ഒരു ബിലീഫ്. അങ്ങനെ അത് ഇപ്പോൾ ഇല്ല, പണ്ടത്തെ ഒരു ഹിസ്റ്ററി ആണെന്ന് അവർ പറയുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്ന ഒരു ATV റൈഡിലാണ്. പക്ഷെ അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് നമുക്കൊരു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ബാലൻസ് ഒക്കെ വേണമായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളായിട്ടത് ഡ്രോപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ see you by next video. Bye bye.